ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് സുന്ദരം ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന ഒരു യാചകനായ മനുഷ്യനോട്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ്, നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആ മനുഷ്യന്റെ നരിയാണി ഉറച്ചു. തുള്ളിയും ചാടിയും കൊണ്ട് താൻ ആലയത്തിലേക്ക് കടന്നു എന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ ഉദരം മുതൽ യാചകനായി തീർന്ന ഒരവസ്ഥ. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മുടന്തനായി ജനിക്കപ്പെട്ടതുകൊണ്ട് സ്വയമായി നിൽപ്പാൻ പ്രാപ്തിയില്ലാതെ മറ്റൊരു പരസഹായത്താൽ ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കൽ ഒരു ഭിക്ഷകനായിരുന്ന മനുഷ്യൻ, കടന്നുപോകുന്ന അനവധി ജനം, പുരോഹിതന്മാർ തുടങ്ങിയ അനവധി ആൾക്കാർ ആ ദേവാലയത്തിലേക്ക് എല്ലാ ദിവസവും കടന്നു വരുമ്പോൾ ഇദ്ദേഹത്തെ കാണുന്നു. തനിക്ക് ചില ചില്ലറക്കാശുകൾ, യഹൂദന്മാരുടെ ഭാഷയിൽ വെള്ളിയും പൊന്നും, അത് കൊടുത്തവരെ സഹായിക്കാറുണ്ട്. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ യോഹന്നാനോട് ചേർന്നവർ അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ച് കടന്നു വരവേ ഈ മനുഷ്യൻ അവരോടും സാധാരണ എന്ന പോലെ ഭിക്ഷ യാചിക്കുന്നു. അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ച പത്രോസ്, ഈ ചില്ലറക്കാശ് തന്ന് നിന്നെ സഹായിക്കുന്നതിലുപരി ഇനി ഒരിക്കലും നീ ഭിക്ഷ യാചിക്കേണ്ടി വരാത്ത രീതിയിൽ സ്വയം പ്രാപ്തനാക്കി തീർക്കുന്ന ഒരുവൻ എന്നോടുകൂടെയുണ്ട്, ഞങ്ങളോടുകൂടെയുണ്ട്, അത് ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ മനുഷ്യനെ സൗഖ്യമാക്കുന്നു. സൗഖ്യമാക എന്ന് പറഞ്ഞ് കരം പിടിച്ചെഴുന്നേറ്റു. വഴിയിൽ താങ്ങില്ലാതെ, തണലില്ലാതെ, സഹായമില്ലാതെ ഭിക്ഷകനായിരുന്ന ഒരു മനുഷ്യൻ ഇപ്പോഴിതാ സ്വയം പ്രാപ്തനായി മാറുക മാത്രമല്ല, ആലയത്തിനകത്ത് കടന്നു എന്ന് ദൈവത്തെ സ്തുതിക്കുകയും അനേകരുടെ മധ്യത്തിൽ യേശുക്രിസ്തു സൗഖ്യദായകനാണെന്ന് തൻ്റെ സൗഖ്യത്തിൽ കൂടെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ അടുക്കൽ വന്നാലുള്ള വിടുതൽ ഇങ്ങനെയാണ്. അല്പസമയത്തേക്കുള്ള ചില്ലറക്കാശുകൾ തന്ന്, ചില്ലറയായ ചില കാര്യങ്ങളെ ചെയ്തു തന്ന് ഒരു അല്പനേരത്തെ സമാധാനമല്ല, സർവശക്തനായ യേശുക്രിസ്തുവിൻ്റെ നാമനിമിത്തമായി സദാ വിടുതൽ, സദാ സമാധാനം, എല്ലായ്പ്പോഴും അനുഗ്രഹം, ജീവപര്യന്തമുള്ള നന്മയും സന്തോഷവും. ഇന്ന് രാവിലെ സമയം ഈ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നുവെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെയുള്ള ജീവപര്യന്തം മുഴുവൻ സന്തോഷിക്കത്തക്ക ഒരു നന്മയിലേക്ക് ദൈവം നമ്മെ നടത്തും. ആമേൻ.